ഇന്ന് കാലത്തെന്ന് പറഞ്ഞ എൻ്റെ യാത്രയെ നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലല്ലേ, അവിടെ ചിനക്കത്തൂർ അമ്പലം കഴിഞ്ഞിട്ട് മുളഞ്ഞൂർ എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട്. അവിടെ ഒരു കല്യാണമുണ്ട്. നമ്മുടെ വീട്ടിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന സുധീര കല്യാണമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് ചിനക്കത്തൂർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, വൈശാഖ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സംവിധായകൻ തിരക്കഥാകൃത്ത് ലോഹിദാസ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും നല്ല ദോശ കിട്ടുന്ന സ്ഥലം എന്നാണ് ഈ വൈശാഖ് ഹോട്ടലിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശ. വെറും ഒരു ദോശ കഴിക്കാനായിട്ട് വെറും 1 മിനിറ്റ് പോലും വേണ്ട നമുക്ക്, അത്രയും സോഫ്റ്റാണത്. അപ്പോൾ ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ താലികെട്ടിൻ്റെ സമയം തന്നെയായിരുന്നു. ഇതാണ് സുധി, അവൻ്റെ ഭാര്യ ആലപ്പുഴക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവൻ്റെ കൂട്ടുകാരന്മാരാണ്, നമ്മുടെ കൂട്ടുകാരന്മാരാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ, ഈ മുളഞ്ഞൂർ എന്ന് പറഞ്ഞ ഈ അമ്പലത്തിൻ്റെ പരിസരം എന്ന് പറഞ്ഞിട്ടില്ലേ, വളരെ മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ലേ. ഇപ്പോൾ നല്ല ചുട്ട വേനൽക്കാലത്താണ് നമ്മൾ ചെന്നോക്കുന്നത്. എന്നാലും ഇവിടുത്തെ തണവില്ലേ, തണവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ 38 ഡിഗ്രിയൊക്കെ ചൂട് വരുന്നത്, ഇവിടെ തീരെ ചൂടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റും വളരെ വിശാലമായിട്ടുള്ള കാടാണ്. അപ്പോൾ അവിടെ കുറേ നാട്ടുമ്പുറത്തുകാരെയൊക്കെ കണ്ടു, അവരോട് സംസാരിച്ച് പിന്നെ ഇനി വീണ്ടും ചെക്കൻ്റെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ. സുധീര വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു വീടാണ്, കുഞ്ഞൊരു ഓടിട്ട വീട്. ഈ കല്യാണം കാണുമ്പോൾ നമ്മുടെ ഒരു 10-25 കൊല്ലങ്ങൾക്ക് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൃശ്ശൂർ എൻ്റെയൊക്കെ ഈ വാശത്തൊക്കെ കാണുന്ന കല്യാണം പോലെ എനിക്ക് തോന്നി. അവിടെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പന്തലൊക്കെ കെട്ടി അവിടെ തന്നെയാണ് സദ്യയും കാര്യങ്ങളൊക്കെ വെച്ചത്. സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ട് അത് ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ ഓർമ്മകൾ കുറേ കൊല്ലം പിന്നിലേക്കായിട്ട് പോവും. ഒക്കെ നാട്ടിൻപുറത്തുകാർ, അതാണ് രസം. അങ്ങനെ അവിടുന്ന് ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ഒരു ഉപ്പ് സോഡയും കഴിച്ച് ഇങ്ങോട്ട് പോകുന്നു.